ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖല, അതാണ് ചിക്കൻ നെക്ക് നമ്മൾ അറിയപ്പെടുന്നത്. ഈ സിലിഗുരി മേഖലയിൽ ബംഗ്ലാദേശിലേക്ക് കടന്നു കയറി ഇന്ത്യ കുറേ സ്ഥലം പിടിച്ചെടുത്തു. എന്നിട്ട് ഈ ചിക്കൻ നെക്കിൻ്റെ വീതി വർദ്ധിപ്പിച്ചു. ഇത്തരത്തിലുള്ള വലിയ തോതിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പലരും ചർച്ച ചെയ്തു. പിന്നീട് അതിനകത്ത് വാസ്തവമുണ്ടെന്ന് ഇന്ത്യ പോലും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മേഖലയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. സിനിജി പറഞ്ഞ അത് അസംബന്ധമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കഴുത്ത് എന്ന് പറയുന്നത്, ഇത് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലേക്ക് അങ്ങനെ പോകാനേ വഴിയുള്ളൂ. വടക്ക് കിഴക്ക് 7 സംസ്ഥാനങ്ങൾ, 7 സഹോദരിമാർ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് പോകാനായിട്ട് ഈ സിലിഗുരി അല്ലേ, സിലിഗുരി കോറിഡോർ എന്ന് പറയും, സിലിഗുരി ഇടനാഴി, അതാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ഇത് വളരെ നാരോ ഇല്ലേ, 22 കിലോമീറ്റർ വീതി മാത്രം. അത് ആ പ്രദേശം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇടത്തേക്കും വെളുത്തേക്കും മറ്റേ വീതി കൂട്ടാവുന്ന അവസ്ഥയിൽ അത് അങ്ങനെയല്ല കിടക്കുന്നത് ഭൂമിശാസ്ത്രപരമായി എന്നുള്ളതുകൊണ്ടാണല്ലോ കോഴിക്കഴുത്ത് എന്ന് പറയുന്നത്. സമ്പൂർണ്ണ അസംബന്ധമായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീഞ്ഞ ഓൺലൈൻ മാധ്യമം, എന്തോ ഒരു ഗ്ലോബൽ ഗവേണൻസ് അവരാണ് ഈ വാർത്ത എന്ന് പറഞ്ഞിട്ട് അത് കണ്ടറിയാതെ ചീഞ്ഞതാണെന്നുള്ളത് ആരും പരിഗണിക്കാത്തതാ. ബുദ്ധിയും വിവരമുള്ള ആളുകളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലല്ലോ, ഉറപ്പാണ്. ഇങ്ങനെ വെറുതെ വീതി കൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ അത് ഏറ്റുപിടിക്കാനുണ്ടായി ഇല്ലേ. അത് ഈ രാഹുൽ ഗാന്ധി പറയുന്നതും ഒക്കെ കുറേ ആളുകൾ ഏറ്റുപിടിക്കുന്നത് പോലെ അസംബന്ധവും മണ്ടത്തരവും കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഡിഫൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിവരമൊക്കെ വേണം, ഡിപ്ലോമസി. ഇതൊന്നും ഇവിടെയൊന്നും പല ആളുകൾക്കും ഇല്ല. ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ പാത അല്ലാതെ പല പാതകളും നോക്കിയിരുന്നു. ഇപ്പം മ്യാൻമാർ വഴി നമ്മൾ ഒരു ബദൽ മാർഗം കുറെ ഭാഗം അത് പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. തുറമുഖം സിത്വേ തുറമുഖം വഴി. പക്ഷെ അവിടെ ഈ ആഭ്യന്തര സംഘർഷം ഉള്ളത് കൊണ്ടത് പൂർണ്ണമാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഒരു 150 കിലോമീറ്ററും കൂടി ആ സ്ട്രെച്ച് മാത്രമേ ഇനി പണിയാൻ ബാക്കിയുള്ളൂ. മിസോറാമിൽ വന്ന് നിൽക്കുന്ന പാത മ്യാൻമാർ വഴി സിത്വേ വഴി, അതായത് മ്യാൻമാറിലെ സിത്വേ തുറമുഖം വരെയൊക്കെ ആയി കഴിഞ്ഞു. ഇനി മിസോറാമിലേക്കുള്ള പാത അതാണ് ശരിയാകാനായിട്ടുള്ളത്. അപ്പോഴേക്കും അരക്കൻ ആർമിയും അവിടുത്തെ മിലിറ്ററി ജുണ്ട ഭരണം അവർ തമ്മിലൊക്കെ തർക്കമായതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല ആ ഭാഗത്ത് നിന്ന്. അല്ലെങ്കിൽ നമുക്കൊരു ബദൽ മാർഗം കിട്ടിയേനെ. ബംഗ്ലാദേശ് ആണെങ്കിൽ ഇങ്ങനെ ആയി പോവുകയും ചെയ്തു. അപ്പം ഇപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒന്നാമത് ഈ രംഗ്പൂർ എന്ന് പറയുന്ന പ്രവിശ്യയാണ് ബംഗ്ലാദേശിൽ ചിക്കൻ നെക്കിനോട് അടുത്ത് കിടക്കുന്നത്. ഈ രംഗ്പൂരിൽ നിന്ന് കുറച്ച് മുകളിലാണിത് കാണുക. അപ്പോൾ ഈ താഴേന്ന് ഇത് കൂട്ടിച്ചേർക്കാൻ ഒന്നും പറ്റില്ല ഇത്. അപ്പോൾ ഈ രംഗ്പൂർ പ്രവിശ്യയിൽ ഈ ISI പാകിസ്ഥാന്റെ ചാരസംഘടനയുടെ കുറച്ച് ആളുകൾ ഒരു 3-4 മാസം മുമ്പേ ധാക്കയിലെത്തിയിട്ട് ഈ രംഗ്പൂരിലേക്ക് ഹെലികോപ്റ്ററിൽ പോയിട്ട് അല്ലേ പാകിസ്ഥാന്റെ ആളുകളെ കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെ, ബംഗ്ലാദേശുകാര് മാത്രമല്ല, അവിടെ പഴയൊരു ബ്രിട്ടീഷ് കാലത്തെ 2ാം ലോക യുദ്ധകാലത്തൊക്കെ പണിതിരുന്ന ഈ രംഗ്പൂരിലൊരു വ്യോമ താവളം അവർ പുതുക്കുന്നുണ്ട്. അവിടെ ഒരു അക്കാദമി, വ്യോമ അക്കാദമിയൊക്കെ ഇപ്പം ഉണ്ട്. അത് പരിഷ്കരിക്കുന്നു, അതിന് കാശ് മുടക്കുന്നു. പാകിസ്ഥാനോ ചൈനയോ ഒക്കെ കാശ് മുടക്കുന്നു എന്നൊക്കെ വാർത്തയൊക്കെ വന്നിരുന്നു. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടത് രംഗ്പൂർ ഭാഗത്ത്. നമ്മൾ അതുകൊണ്ട് നമ്മുടേതായ രീതികളിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ ചെയ്യുന്നത്, ഈ മണ്ടൻ വാർത്തയൊക്കെ വന്നതിന്റെ അസംബന്ധം വന്നല്ലോ, കൂട്ടിച്ചേർത്തു. ഈ കിലോമീറ്ററുകൾ കിട്ടി, വീതി കൂട്ടി എന്നൊക്കെ പറയുന്നത് ആ ഭൂമിശാസ്ത്രം തന്നെ അറിയാത്ത ആളുകൾ പറഞ്ഞാണ്. നമ്മളിപ്പോ 3 ഗാരിസൺ, അതായത് 3 പട്ടാള താവളങ്ങൾ അവിടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. 3 താവളങ്ങൾ കൂടി, 3 ഗാരിസൺ. ഒരെണ്ണം ദുബ്രി ഇല്ലേ, ദുബ്രി എന്ന് പറഞ്ഞിട്ടൊരു ലോക്സഭാ മണ്ഡലം ഉണ്ട് അസമില്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്ന മണ്ഡലമാണ് ദുബ്രി ലോക്സഭാ മണ്ഡലം. 94% മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്.
അവിടുന്ന് അവിടെ MLA ആയിരുന്ന ആള് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് അയാള് ജയിച്ചു. മറ്റേ സ്വന്തമായി പാർട്ടിയൊക്കെ ഉണ്ടാക്കി നടന്നിരുന്ന ഒരാൾ. അയാളുടെ മകനാണ് പിന്നെ MLA സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഈ ദുബ്രി, മുസ്ലിം ഭൂരിപക്ഷം കേരളത്തിലൊക്കെ വരുന്ന തൊഴിലാളികളൊക്കെ തിരിച്ചു വോട്ട് ചെയ്യാനൊക്കെ നിർബന്ധമായിട്ട് പോയിട്ട് പൗരത്വ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പോകുന്നതാ. 94% ആകുന്ന അങ്ങനെയാണ്. പക്ഷേ ഈ MLA നിയമസഭാ മണ്ഡലത്തിലേക്ക് പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അയാളുടെ മകനെ നിർത്തി. അയാൾ തോറ്റുപോയി. അങ്ങനെ ഒരു വലിയ അട്ടിമറി നടന്നു ഈ ദുബ്രിയില്. ഈ ദുബ്രിയിലെ ബാമുനിയിലാണ് ഒരു ഗാരിസൺ, 2 കിഷൻഗഞ്ച്, 3 ചോപ്ര. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ചിക്കൻ നെക്കിന്റെ തൊട്ടടുത്ത ബംഗ്ലാദേശ് മേഖല രംഗ്പൂര്. നമ്മൾ രംഗ്പൂരിനോട് ചേർന്ന് 3 സ്ഥലത്ത് ഇപ്പൊ 3 താവളങ്ങൾ കൂടി തുറക്കുന്നു. ഇതാണ് പുതിയ വാർത്ത. അപ്പൊ സിലിഗുരി ഇടനാഴിയുടെ സുരക്ഷ നമ്മൾ വർദ്ധിപ്പിക്കുന്നു. മറ്റേ യൂനുസ് ഇടയ്ക്കൊന്ന് ബെയ്ജിങ്ങിൽ പോയി. എന്നിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നമ്മുടെ സപ്ത സഹോദരിമാർ വടക്ക് കിഴക്കുള്ള ഇന്ത്യയുടെ ഈ 7 സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡാണ്. കടലിന്റെ കാവലാൾ ഞങ്ങളാണ്, ഞങ്ങൾക്കേ ഉള്ളൂ കടല്, ഇത് മൊത്തം കരയാണ്. അതുകൊണ്ട് കടൽ വഴി ആക്രമിക്കാന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചൈനയെ കൊണ്ടുവന്നിട്ട് ഇല്ലേ നോർത്ത് ഈസ്റ്റ് മുഴുവൻ കൈവശപ്പെടുത്തും. ഇതാണ് യൂനുസ് പറഞ്ഞതിൻ്റെ സാരാംശം. ഞങ്ങൾ ഇടപെടുത്തും. പിന്നെ ആ റഹ്മാനി എന്ന് പറഞ്ഞിട്ടൊരുത്തനെ പുറത്തു വിട്ടിരുന്നല്ലോ ബംഗ്ലാദേശില്, പഴയൊരു ബ്ലോഗറെ കൊന്ന കേസിലെ പ്രതിയായിരുന്ന ആളെ യൂനുസ് വന്നപ്പോൾ വിട്ടു. അയാളും പറഞ്ഞു ഞങ്ങൾ ചൈനയെ കൊണ്ട് ഈ ചിക്കൻ നെക്ക് കൈവശപ്പെടുത്തും. ഭീഷണി. ഇതൊക്കെ തന്നെയാണ് യൂനുസും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ 3 താവളങ്ങൾ ദുബ്രിക്കടുത്ത് ബാമിനി, കിഷൻഗഞ്ച്, ചോപ്ര 3 ഗാരിസൺ കൂടി നമ്മൾ തുറക്കുന്നു. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്റ്റിക്കൽ ഗ്യാപ്സ് പ്ലഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ ചില ലൂപ്പ് ഹോളുകൾ ഉണ്ടാവുമല്ലോ, വിടവുകൾ, അത് അടയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിരീക്ഷണം ശക്തമാക്കുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിവേഗ പ്രതികരണം, റാപ്പിഡ് റെസ്പോൺസ്, അതിനു വേണ്ടിയിട്ടാണ് ഈ പട്ടാളക്കാരെ അവിടെ വിന്യസിക്കുന്നത്. 22 കിലോമീറ്റർ വീതിയുള്ളതാണ് ചിക്കൻ നെക്ക്. വടക്കൻ ബംഗാളിലാണ് അത്. ഇതിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ഇതൊക്കെ ചൈനയുടെ പരിസരത്താണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ യൂനുസും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഈ തൊരപ്പൻ പണി എടുക്കുന്ന ഒരു മേഖലയും കൂടിയാണത്. അടുത്ത കാലത്ത് മറ്റേ പാകിസ്ഥാൻ്റെ ജനറൽ ഇല്ലേ, സംയുക്ത സേനാ മേധാവി സാഹിർ ഷംസദ് മിർസ, അയാൾ ബംഗ്ലാദേശിൽ ചെന്നിരുന്നു, ധാക്കയിൽ. അപ്പോൾ വിശാല ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 7 സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെതാണെന്ന് വരച്ചു ചേർത്ത ഭൂപടമുള്ള വിശാല ബംഗ്ലാദേശ് അല്ലേ, ആ ഒരു പുസ്തകം ഇയാൾക്ക് സംഭാവന ചെയ്തു. അത് കഴിഞ്ഞ് തുർക്കിയിലെ ഒരു പാർലമെന്റ് സംഘം വന്നു കഴിഞ്ഞ ആഴ്ച. അവർക്കും ഈ വിശാല ബംഗ്ലാദേശ് ഭൂപടമുള്ള പുസ്തകം യൂനുസ് കൊടുത്തു. അപ്പൊ തുർക്കി, പാകിസ്ഥാൻ ഒക്കെ സഹായിക്കും നോർത്ത് ഈസ്റ്റ് കൈവശപ്പെടുത്താൻ, ചൈനയും സഹായിക്കും എന്നാണ് യൂനുസും അവിടുത്തെ സുഡാപ്പികളും ഒക്കെ ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ പലതരത്തിൽ സുരക്ഷ അവിടെ കൂട്ടുന്നു. പശ്ചിമ ബംഗാൾ, സിക്കിം, വടക്ക് കിഴക്കൻ ഭാഗത്തൊക്കെ നമുക്ക് സേനകളുണ്ട്. ഇവരൊക്കെ ഒന്നിച്ച് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ത്രിശക്തി കോർ, 33 കോർ, അതിന് ത്രിശക്തി കോർ എന്നാണ് പറയുന്നത്. അത് സിലിഗുരിക്കടുത്ത് സുക്കനയിലുണ്ട്. ത്രിശക്തി കോർ പട്ടാളത്തിൻ്റെ നമുക്ക് പ്രതിരോധം തീർക്കാൻ. T-90 ടാങ്കുകൾ ആ സേനയുടെ ഭാഗമാണ്. റഫേൽ വിമാനങ്ങളുണ്ട് അവിടെ. അതുപോലെ പശ്ചിമ ബംഗാളിലെ ഹാഷിമാറ
വ്യോമതാവളത്തിലാണ് ഈ റഫേൽ വിമാനങ്ങൾ ഉള്ളത്. മിഗുകളുണ്ട്, മിഗ് വിമാനങ്ങൾ. ബ്രഹ്മോസിന്റെ റെജിമെന്റ് ഉണ്ട് അവിടെ, മിസൈൽ ആക്രമണത്തിന്. ബ്രഹ്മോസ് റെജിമെന്റ്. S-400 റഷ്യയിൽ നിന്നുള്ള മിസൈൽ സംവിധാനം അവിടെ ഉണ്ട്. സർഫസ് ടു എയർ, കരയിൽ നിന്ന് ആകാശത്തേക്ക് അയക്കുന്ന മിസൈലാണ് അല്ലേ? അതെ. പിന്നെ MRSAM, ഇസ്രയേലുമായിട്ട് നമ്മൾ സംയുക്തമായിട്ട് വികസിപ്പിച്ചത്, ആ മിസൈലും ഉണ്ട്. അപ്പോൾ ആകാശ് മിസൈൽ ഉണ്ട് അവിടെ. അപ്പോൾ S-400 ഒക്കെ അവിടെ വിന്യസിച്ചിരിക്കുന്നത് ചൈനയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ 8160 കോടി രൂപ പ്രതിരോധ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. 2 അധിക റെജിമെന്റ് ആകാശിൻ്റെ വിന്യസിക്കാൻ വേണ്ടിയിട്ടാണ്, ആകാശ മിസൈലുകളുടെ. ഇത്രയും 8160 കോടി രൂപ കൂടി ചെലവാക്കിയിട്ട്. പിന്നെ ഡ്രോണിൻ്റെ ആഷ്നി പ്ലറ്റൂണുകൾ ഉണ്ട്, ഭൈരവ് ബറ്റാലിയനുകൾ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചിക്കൻ നെക്കിൻ്റെ സുരക്ഷ കൂട്ടി 3 താവളങ്ങൾ കൂടി നമ്മൾ പണിയുന്നു. അതല്ലാതെ ആരും അറിയാതെ, ഇന്ത്യയുടെ പട്ടാളം പോലും അറിയാതെ, മോദി അറിയാതെ, ഡോവൽ അറിയാതെ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയാതെ ഏതെങ്കിലും പ്രേതങ്ങളോ ഭൂതങ്ങളോ ഒക്കെ വന്നിട്ട്, ചാത്തന്മാരും ഒക്കെ വന്നിട്ട് ഭീതി കൂട്ടുന്ന പരിപാടിയൊന്നും നടന്നിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.